നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ആഗ്രഹം എത്ര അതിന് ഒരു തീവ്രതയുണ്ടോ, ഇൻറ്റൻസിറ്റി ഉണ്ടോ, അതിനനുസരിച്ചാണ് അത് നടക്കുമോ ഇല്ലയോ എന്ന് പറയപ്പെടുന്നത്. ഈ വഴിപാടുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശരിക്കും. ഒരു അഫർമേഷൻ അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക, നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയും. അപ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തുക എന്നുള്ളതാണ് ആഗ്രഹത്തെ, അല്ലേ? അങ്ങനെ ഒരു പുസ്തകം പോലും ഇറങ്ങിയിട്ടുണ്ട്. ആഗ്രഹത്തെ നമ്മൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രകൃതിയോട്, യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ പ്രപഞ്ചത്തിനോട് ചോദിക്കുക എന്നുള്ളതാണ്. അതിൻ്റെയൊക്കെ മറ്റൊരു വേർഷനാണ് ശരിക്കും ഈ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയുന്നത്. നമുക്ക് ആഗ്രഹ സാഫല്യത്തിനായിട്ട് എന്താ ചെയ്യുക? ഒരേ സമയം ആഗ്രഹമാണ് മനുഷ്യൻ്റെ വിഷമത്തിന് കാരണം എന്ന് പറയപ്പെടുമ്പോൾ, മറ്റൊരു സ്ഥലത്ത് പറയപ്പെടുന്നത് ആഗ്രഹമില്ലാതെ മനുഷ്യൻ ജീവിക്കാൻ സാധിക്കില്ല എന്നാണ്. ആഗ്രഹങ്ങളാണ് വിഷമത്തിന് കാരണമെന്ന് പറഞ്ഞ ശ്രീബുദ്ധനാണെങ്കിൽ, സാധാ മനുഷ്യൻ പറയുന്നത് ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാണ്. നമസ്തേ, രുദ്രധാര. ആഗ്രഹങ്ങളുള്ളതുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് പറയുമ്പോൾ, അതേസമയം ആഗ്രഹങ്ങളാണ് ദുഃഖങ്ങൾക്കുള്ള ഏറ്റവും പ്രധാന കാരണമെന്നും പറയപ്പെടുന്നുണ്ട്. അത് പറഞ്ഞത് ശ്രീബുദ്ധനാണ്. മനുഷ്യൻ്റെ എല്ലാ വിഷമങ്ങൾക്കുമുള്ള കാരണം ആഗ്രഹങ്ങളാണ്. പക്ഷേ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹങ്ങളില്ലാതെ അവന് ജീവിക്കാൻ സാധിക്കില്ല. അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വാത്വികനായിരിക്കണം, സന്യാസിയായിരിക്കണം, യോഗീവര്യനായിരിക്കണം, അങ്ങനെയൊക്കെ പറയും. നമ്മളെല്ലാവരും ജീവിക്കുന്നത് അനവധി സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ ഒക്കെ ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ആഗ്രഹ സാഫല്യത്തിനായിട്ട് എന്താണ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറയുമ്പോൾ താങ്കൾ ഇതാദ്യം ചെയ്തിട്ട് താങ്കളുടെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ എന്ന് കമൻറ്റ് ചെയ്യും. എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചിട്ടുണ്ടോ ഒരു വിധം, കേട്ടോ. അത്യാഗ്രഹം ഇല്ലെന്നേ ഉള്ളൂ. അത്യാഗ്രഹം ഒരിക്കലും നടക്കില്ലല്ലോ. ആഗ്രഹങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞു വരേണ്ടത് എന്താണ് ആഗ്രഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് അതൊരു മന്ത്രമാണ് ശരിക്കും. മന്ത്രത്തിന് ശക്തിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ അത് ഉപയോഗിക്കേണ്ട സമയം, ഉപയോഗിക്കേണ്ട രീതി, അത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇവിടെ ആഗ്രഹങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ആഗ്രഹം ജെനുവിനാണെങ്കിൽ, സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും സാധ്യമാകും. പ്രകൃതി നമ്മളോടൊപ്പം ഉണ്ടാവും, അല്ലെ പ്രപഞ്ചം, യൂണിവേഴ്സ് നമ്മളോടൊപ്പം ഉണ്ടാവും. അത്യാഗ്രഹമാവാൻ പാടില്ല എന്നുള്ളൂ. എന്താണ് ആഗ്രഹത്തിന് വേണ്ടി ചെയ്യേണ്ടത്? അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നു. നമുക്കിവിടെ പ്രാകൃതമായിട്ടുള്ള നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ ഉണ്ടായിരുന്നു. പ്രാകൃതമായിട്ടുള്ള നിരവധി ആചാരാനുഷ്ഠാനങ്ങൾ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ കാലാന്തരത്തിൽ ഗ്രാജുവലി അത് എന്ത് ചെയ്തു? പോയി പുതിയ ആചാരങ്ങൾ വന്നു. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഏതൊരു സാഹചര്യത്തിലും പിടിച്ചു നിൽക്കാൻ സാധിക്കും. മാറ്റത്തിന് വിധേയമാണ് മനുഷ്യൻ. സർവ്വചരാചരങ്ങളും മാറ്റത്തിന് വിധേയമാണ്. എങ്കിലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യും. ഈ മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ലൈഫിനകത്ത് കുറച്ച് ബുദ്ധിമുട്ടുകൾ, കഷ്ടപ്പാടുകൾ, അല്ലെങ്കിൽ പലതിനെ ഉൾക്കൊള്ളാനുള്ള മടി വരുമ്പോഴൊക്കെയാണ് നമുക്ക് ജീവിതം എന്ത് തോന്നുന്നത്, അവസാനിപ്പിച്ചേക്കാം എന്നൊക്കെ തോന്നുന്നവരുണ്ട്. അതിനാണ് നമ്മൾ ഈ പറയുന്ന മെഡിറ്റേഷനും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ആത്മീയത എന്ന് പറയുമ്പോൾ അതിന് അനുസൃതമായി മറ്റൊരു കാര്യം കൂടി ചേർക്കേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞു പ്രാകൃതമായിട്ടുള്ള പല ആചാരങ്ങളും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ മൃഗബലി എന്ന് പറയുന്ന സംഭവം ഇപ്പം ഇല്ല. നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല, എവിടെയില്ല, അല്ലേ? എന്നാലുണ്ട്. ഇന്നും മൃഗബലി നടക്കുന്ന ഒരു സ്ഥലമുണ്ട്. പക്ഷേ ആൺമൃഗങ്ങളെ മാത്രമേ ബലി അർപ്പിക്കാറുള്ളൂ, അല്ലെങ്കിൽ ബലിക്ക് വിധേയമാക്കാറുള്ളൂ. അതെവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസാമിലാണ്. ആസാമിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രമാണ് കാമാഖ്യ ദേവി ക്ഷേത്രം. അസാമിൽ നിന്നും ഏകദേശം ഗുവാഹത്തിയിൽ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്റർ, ഒരു 6 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഈ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നീലാചൽ എന്ന് പറയുന്ന ഒരു കുന്നുണ്ട്, അവിടെ ഒരു മലനിരകളുണ്ട്. അതിൻ്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് കാമാഖ്യ ദേവിയെ ആരാധിക്കുന്ന സ്ഥലം കൂടിയാണത്. അവിടെ കുംഭമേള നടക്കാറുണ്ട്. കുംഭമേള നടക്കുന്ന ഒരു
പ്രദേശം കൂടിയാണ് ഈ പറയുന്ന അസാമിലെ ഗുവാഹത്തിക്കടുത്തുള്ള കാമാഖ്യ ദേവി ക്ഷേത്രം എന്ന് പറയുന്നത്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത, എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് പറഞ്ഞിട്ട് നമുക്ക് അവസാനം മന്ത്രത്തിലേക്ക് പോവാം. ഏത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്നുള്ളത്, അത് ഏത് സമയമാണ് ചൊല്ലേണ്ടത് എന്നുള്ളത്. പലരും പല പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. ചിലർക്ക് വിവാഹം നടക്കാത്തവരുണ്ട്, ചിലർക്ക് പ്രണയ സാഫല്യം ഇല്ലാതെ ആവുന്നവരുണ്ട്, പ്രണയം നഷ്ടപ്പെടുന്നവരുണ്ട്, ചിലർക്ക് പോയവർ തിരിച്ചു വരണം, ചിലർക്ക് വീട് വിൽക്കണം, ചിലർക്ക് പ്രോപ്പർട്ടി വിൽക്കണം, അങ്ങനെ പല പല, ചിലർക്ക് മറ്റുള്ളവരെ നശിപ്പിക്കണം, അങ്ങനെ പല പല ആവശ്യക്കാരുണ്ട് അല്ലേ. ഓരോ മനുഷ്യനും ഓരോ രീതിയിലാണല്ലോ. അപ്പോൾ ചിലർക്ക് പഠിക്കണം, ചിലർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അതിനുള്ള അവസരം ഉണ്ടാവണം, ചിലർക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ, അങ്ങനെ പ്രശ്നം വരുമ്പോഴാണല്ലോ പ്രശ്നം വയ്ക്കാൻ പോകുന്നത്. ഞാൻ എപ്പോഴും പറയും, ഞാൻ ജ്യോതിഷമല്ല ചെയ്യുന്നത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിലേക്ക് വരാം, ആർക്കെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടാവട്ടെ. ഇതിൻ്റെ കഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ദക്ഷയാഗം എന്ന് പറയുന്ന സംഭവത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ. ദക്ഷയാഗം നടക്കുമ്പോൾ സതീദേവി അവിടെ ചെല്ലുന്നു, വിളിക്കാത്തടത്ത് ചെന്നപ്പോൾ അപമാനിച്ചു. അവസാനം ഹോമകുണ്ടത്തിലേക്ക് ചാടി. അവസാനം ആ കത്തിക്കരിഞ്ഞ ശവശരീരം എടുത്തുകൊണ്ട് ഭഗവാൻ മഹാദേവൻ എന്ത് ചെയ്തു, ലോകം മുഴുവൻ സഞ്ചരിച്ചു എന്നാ പറയുക. ലോകം മുഴുവൻ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ആൾ രൂപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്നത് കൃഷ്ണനെ കുറിച്ചായിരിക്കും പറയുന്നത്, പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ, വർണ്ണിക്കുമ്പോൾ. പക്ഷേ അല്ല, പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ ആ ഒരു അതുല്യമായ ഒരു രൂപം എന്ന് പറയുന്നത് മഹാദേവൻ്റെ തന്നെയാണ്. മഹാദേവന് ദേവിയോടുള്ള സ്നേഹം, ഇഷ്ടം, പ്രണയമൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ കത്തിക്കരിഞ്ഞ ശവശരീരവുമായിട്ട്, സതീദേവിയുടെ ശവശരീരവുമായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചു എന്നാണ് പറയുന്നത്, ഒരു ഭ്രാന്തനെ പോലെ. ആ സമയത്ത് സൃഷ്ടി സ്ഥിതിയിലായ കാരണനായിട്ടുള്ള മഹാവിഷ്ണുവിന് ഒരു പ്രത്യേകതയുണ്ട്. കാരണം എന്ന് വെച്ചാൽ കാര്യങ്ങളെല്ലാം കറക്റ്റ് മാനേജ്മെൻറ്റ് നോക്കണം, അങ്ങനത്തെ ആളാണ്. അപ്പോൾ നേരിട്ട് ശിവനെ കണ്ടിട്ട് പറയും, ശരിയല്ല, നമ്മുടെ പ്രകൃതിക്കൊരു എക്വിലിബ്രിയം ഉണ്ട്, ഒരു സന്തുലിതാവസ്ഥയുണ്ട്, അത് നിലനിൽക്കണമെങ്കിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും ഒരുപോലെ പോകണം. അതുകൊണ്ട് സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് വന്നേ മതിയാകൂ എന്ന് പറയും. ശിവൻ ഉൾക്കൊള്ളില്ല. കാരണം ശിവന് മറ്റൊന്നും ഇതിനേക്കാൾ വലുതല്ല, അതായത് സതീദേവിയേക്കാൾ വലുതല്ല. ആ ഒരു അവസ്ഥയിലായപ്പോഴത്തേക്ക് ഈ ശവശരീരം മഹാവിഷ്ണു പല ഭാഗങ്ങളായിട്ട് ഛേദിച്ചു കളയും, എന്ന് വെച്ചാൽ വെട്ടിക്കളയും, അരിഞ്ഞു കളയുമെന്നാണ് പറയണം. അങ്ങനെ പല ഭാഗങ്ങളിലേക്ക്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അതിനെ എറിഞ്ഞു കളയും. അങ്ങനെ യോനി ഭാഗം അറിയാലോ എന്താണെന്ന്. യോനി ഭാഗം ചെന്ന് വീഴുന്ന സ്ഥലമാണ് നീലാചൽ കുന്ന് എന്ന് പറയുന്ന കാമാഖ്യ ദേവി ക്ഷേത്രം, അസാമിലെ ഗുവാഹത്തിക്കടുത്ത്. അവിടെ യോനി പൂജയ്ക്ക് വളരെ പ്രാധാന്യം ഉണ്ട്. ശിവലിംഗം ആരാധിക്കുന്നത് പോലെ സ്ത്രീയുടെ യോനിയെ ആരാധിക്കുന്ന ഒരു സ്ഥലം ഇന്ന് ഇന്ത്യയിലുണ്ട്. അവിടെ മൃഗബലി എന്ന് പറയുന്ന സമ്പ്രദായം ഇന്നും നിലവിലുണ്ട്. മൃഗങ്ങളെ മാത്രമേ അവിടെ എന്ത് ചെയ്യത്തുള്ളൂ, ബലിക്ക് വിധേയമാക്കത്തുള്ളൂ. അങ്ങനെ ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത, ജൂൺ മാസത്തിലാണ് ഇവിടെ ഉത്സവം നടക്കുന്നത്. ജൂൺ മാസത്തിലാണ് അവിടുത്തെ ഉത്സവം. ആ ഉത്സവ ദിവസം മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ ഉത്സവ ദിവസം, ആ 3 ദിവസം അടച്ചിടും. പുറത്ത് വലിയ ഉത്സവം നടക്കുകയാണ്, പക്ഷേ ക്ഷേത്രം അടഞ്ഞടക്കും. കാരണം അന്ന് ദേവിയുടെ ആർത്തവ സമയമാണ്. 3 ദിവസം ഈ ആർത്തവ സമയമായതുകൊണ്ട് ഈ ക്ഷേത്രം അടച്ചിടും. അന്ന് ഭയങ്കര ശക്തിയായിരിക്കും എന്നുകൂടി പറയപ്പെടുന്നുണ്ട് ദേവിക്ക്. അന്ന് ചൊല്ലേണ്ട മന്ത്രമുണ്ട്, രാത്രിയിലും പകലും ചൊല്ലണമെന്നാണ് പറയുന്നത്. അന്ന് അത് കൂടുതലായിരിക്കും, ആ മന്ത്രത്തിൻ്റെ ആ ഒരു പവർ വളരെ കൂടുതലായിരിക്കും. അവിടെ ചെല്ലണമെന്നൊന്നുമില്ല, പവർ ഭയങ്കര കൂടുതലായിരിക്കും ആ സമയങ്ങളിൽ. ജൂൺ മാസത്തിലാണ്, 22-ാം തീയതി. അപ്പോൾ എന്താണ് സംഭവം എന്ന് പറയുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ മുകളിൽ നിന്ന് താഴേക്ക് ഒഴുകുന്ന ഒരു അരുവിയുണ്ട്. ആ അരുവി ഈ 3 ദിവസം ചുവപ്പ് നിറത്തിലായിരിക്കും ഒഴുകുന്നത്. ചുവപ്പ് നിറത്തിലാണ് ആ അരുവി ഒഴുകുന്നത്. അതാണ് അവിടെ പ്രസാദമായിട്ട് കൊടുക്കുന്നത്. ഒപ്പം തന്നെ ഈ ദേവിയുടെ ശ്രീകോവിൽ തുറക്കുമ്പോൾ ചുവന്ന തുണിയാണ് ഭക്തർക്ക് നൽകുന്നതെന്ന് തുറക്കുന്ന ദിവസം. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ വിശ്വാസങ്ങൾ നിലവിലുള്ള ഒരു ക്ഷേത്രമാണ്. സന്താന സൗഭാഗ്യം, അങ്ങനെ പലതും, പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഒക്കെ ജനങ്ങൾ പല ഭാഗത്തു നിന്ന് അവിടേക്ക് വരാറുണ്ട്. ഈ പറയുന്ന കാമാഖ്യ ദേവി ക്ഷേത്രത്തിലേക്ക്, കാമാഖ്യ തന്ത്രത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്.
അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു ആഗ്രഹങ്ങൾ നമുക്കുണ്ട്. അപ്പോൾ അതൊക്കെ സാധിക്കണം. ആരാണ് കാമാഖ്യ എന്ന് കൂടി അറിയണ്ടേ? കാമാഖ്യ അപ്പം മനസ്സിലായി, ശിവന്റെ സതി തന്നെയാണ് എന്ന് മനസ്സിലായി. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, നരകാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ? നരകൻ എന്നാണ് പറയുന്നത്. നരകനൊരു ആഗ്രഹം തോന്നും, നമ്മുടെ കാമാഖ്യയെ വിവാഹം കഴിക്കാനായിട്ടൊരു ആഗ്രഹം തോന്നും. ആഗ്രഹം തോന്നുമ്പോൾ ചെന്ന് പറയുമ്പോൾ ദേവി പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ നീലാചൽ കുന്നിൻ്റെ താഴെ നിന്നും ഞാൻ ഇരിക്കുന്ന സ്ഥലം വരെ ഒരൊറ്റ രാത്രി കൊണ്ട് നീ ചവിട്ടുപടികൾ നിർമ്മിച്ചാൽ പിറ്റേ ദിവസം നിന്നെ വിവാഹം കഴിക്കാമെന്ന്. നരകാസുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വിൽപ്പവറുള്ള വിഷയമാണ്. അദ്ദേഹം ഒറ്റ രാത്രി കൊണ്ട് പടി നിർമ്മിക്കും. അപ്പോഴത്തേക്ക് ദേവിക്ക് മനസ്സിലായി കല്യാണം കഴിക്കേണ്ടി വരും. എന്താ ചെയ്യുമെന്നറിയോ? ഒരു കോഴീനെ പിടിച്ചിട്ട് കഴുത്ത് ഞെരിച്ചിട്ട് അതിനെ കൊണ്ട് കൂവിപ്പിക്കും. അപ്പോഴത്തേക്ക് പ്രഭാതത്തിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് ഇവിടെ ഈ കോഴി കൂവുന്നത്. അപ്പോഴത്തേക്ക് നരകാസുരൻ തിരിച്ചു പോകും. തോറ്റുപോയെന്ന് കരുതി, സത്യത്തിൽ നേരം വെളുത്തിട്ടില്ല, തോറ്റുപോയെന്ന് കരുതി തിരികെ പോകും. പക്ഷെ പിന്നീട് നരകാസുരന് മനസ്സിലാവും ചതിയായിരുന്നു എന്ന്, ദേവന്മാരുടെയും ദേവിയുടെയും ചതിയായിരുന്നു എന്ന് മനസ്സിലാവും. അപ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ ആ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ആ ആസുരഭാവം അത് വെളിയിൽ വരികയും ദേവലോകം, ദേവന്മാരെ, മറ്റ് ഭൂലോകം എല്ലാം, ഭൂദേവിയുടെ പുത്രനാണ്, എല്ലാം ആക്രമിക്കും. ഈ സമയത്ത് ദേവന്മാർ അഭയം പ്രാപിക്കുന്ന എവിടെയായിരിക്കും? തീർച്ചയായിട്ടും മഹാവിഷ്ണുവിൻ്റെ അടുക്കലായിരിക്കും. മഹാവിഷ്ണു പറയുന്ന ഒരു കാര്യമുണ്ട്, ദ്വാപരയുഗത്തിൽ അദ്ദേഹം അവതരിക്കും ശ്രീകൃഷ്ണനായി, അതിനുശേഷം അദ്ദേഹത്തിനോട് പകരം ചെയ്യും എന്ന് പറയും. അങ്ങനെ സത്യഭാമയെ വിവാഹം ചെയ്ത ശ്രീകൃഷ്ണൻ, സത്യഭാമ എന്ന് പറയുന്നത് ശരിക്കും നരകാസുരൻ്റെ അമ്മയുടെ അവതാരമാണെന്നാണ് പറയുന്നത്. അപ്പോൾ സത്യഭാമയോട് അതിഥി വന്ന് പറയും ഇതുപോലെ നരകാസുരനെ വധിച്ചേ പറ്റത്തുള്ളൂ. സത്യഭാമയാണ് ശരിക്കും കൃഷ്ണനോട് ഇത് പറയുന്നത്, വധിക്കണം. അങ്ങനെ വധിക്കാൻ ചെല്ലുമ്പോൾ സുദർശനം ഉപയോഗിച്ചിട്ടാണ് വധിക്കുന്നത്. പക്ഷേ നരകാസുരനെ വധിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ സമയത്ത് കൃഷ്ണനോടൊപ്പം, ഹരിയോടൊപ്പം നിൽക്കുന്ന കാമാഖ്യയും കാണും ഈ പറയുന്ന നരകാസുരൻ. അങ്ങനെ ആദ്യം നരകാസുരനെ വധിക്കുന്നതിന് മുമ്പ് ആദ്യം മുരനെയാണ് വധിക്കുന്നത്. മുരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകാസുരൻ്റെ സർവ്വസൈന്യാധിപനാണ്. അദ്ദേഹത്തെ വധിച്ചതുകൊണ്ടാണ് മുരാരി എന്ന പേരിൽ ശ്രീകൃഷ്ണൻ അറിയപ്പെടുന്നത്. മുരാരി എന്നാണ് വിളിക്കണം. അപ്പോൾ ശ്രീകൃഷ്ണൻ വധിച്ചു, സുദർശനം ഉപയോഗിച്ചു വധിച്ചു കളഞ്ഞു. അപ്പോൾ ഇപ്പോഴും ഇതുമായിട്ട് ദേവിയുടെ ചരിത്രമായിട്ട്, അല്ലെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. കാരണം ഇന്നും പൂർണ്ണമല്ലാത്ത പടികൾ, പകുതി വരെയുള്ള പടികൾ ഈ പറയുന്ന കാമാഖ്യ അല്ലെങ്കിൽ കാമാഖ്യ ദേവി ക്ഷേത്രത്തിലോട്ട് ഇപ്പോഴും കിടപ്പുണ്ട്. അതിൻ്റെ അടിവാരത്ത് നിന്നും, നീലാചൽ കുന്നിൻ്റെ അടിവാരത്ത് നിന്നും പൂർത്തിയാക്കാത്ത കുറേ സ്റ്റെപ്പുകൾ, പടവുകൾ അവിടെയുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ആ ഐതിഹ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ ദേവിനെ നമ്മൾ എത്രത്തോളം ആരാധിക്കുന്നുണ്ടോ അതിനനുസൃതമായിട്ട് നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവും. എന്താണ് നമ്മുടെ ആഗ്രഹം, അതിനനുസരിച്ച് നമുക്ക് ആ ഒരു മാറ്റം കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ അതിന് ശക്തി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ പറയുന്ന ജൂൺ മാസത്തിലാണ്, ദേവിയുടെ ആർത്തവ സമയത്താണ്. അല്ലാത്ത സമയത്ത് നമുക്കിത് ജപിക്കാം. അവിടെ ജപിക്കുമ്പോൾ ഒരു ചെറിയ മാറ്റമുണ്ട്. നമ്മൾ ഗം എന്ന് പറയുന്ന അറിയാലോ, അത് ഉച്ചരിക്കാൻ പാടില്ല. പകരം നമ്മൾ ഉപയോഗിക്കുന്നത് ബ്രൂം അല്ലെങ്കിൽ ഭൂം എന്നാണ് ഉപയോഗിക്കുന്നത്. ക്ലീം ഗം എന്നുള്ളതിന് പകരം ക്ലീം ഭൂം എന്ന് ഉപയോഗിക്കും, അല്ലെ ക്ലീം ബ്രൂം എന്ന് ഉപയോഗിക്കും. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ശക്തിയുമായിട്ട് ഒരു ചെറിയ ബന്ധമുണ്ട് അതിന് കേട്ടോ. അപ്പോൾ ശക്തിയുമായിട്ട് ബന്ധമുണ്ട്, കൗളവുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഈ മന്ത്രങ്ങൾ എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം എങ്ങനെയാണ് മന്ത്രങ്ങൾ. ഈ മന്ത്രം ജപിക്കുന്നത് ഒന്ന് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന് കുടുംബ ഐക്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. അതായത് ഭാര്യ ഭർത്തൃ ബന്ധം ദൃഢമാകുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, പ്രണയ സാഫല്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, സന്താന സൗഭാഗ്യത്തിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്, വിദ്യാ തടസ്സം നീങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്, ജോലി തടസ്സം നീങ്ങുന്നതിന് വേണ്ടി. നമ്മൾ ഈ ആദിത്യ ഹൃദയം ജോലി തടസ്സം നീങ്ങുന്നതിന് വേണ്ടിയിട്ടല്ലേ ഉപയോഗിക്കുന്നത് എന്ന് പറയുന്ന പോലെ ജോലി തടസ്സം നീങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ സമാധാനം കിട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ കുറച്ച് പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുന്ന ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന സമയത്ത് ഇത് ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ ഭയങ്കര ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി നമ്മുടെ ഉള്ളിലേക്ക് നിറയുകയാണ്, നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക്, ആത്മാവിലേക്കല്ല, നമ്മുടെ ശരീരത്തിലേക്ക്. കാരണം ശരീരത്തെ പ്രതിനിധീകരിക്കുന്നതാണ് കാമാഖ്യ ദേവി എന്ന് പറയുന്നത്. ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ അത് റോങ് ആയിട്ട് തോന്നും, അങ്ങനെ അല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മുടെ ഈ ഒരു മന്ത്രം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരാം. അത് ഉപയോഗിക്കുക
രാത്രിയും പകലും ഉപയോഗിക്കും. അങ്ങനെ ചിട്ടവട്ടങ്ങളൊന്നുമില്ല അതിന്. വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഈ പറയുന്ന കാമാഖ്യ മന്ത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ എഴുതി തന്നെ കാണിക്കണോ അതോ അല്ലാതെ വേണമെന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു. പറയുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്താണ് മന്ത്രം എന്ന് നമുക്കൊന്ന് നോക്കാം. ക്ലീം ക്ലീം കാമാഖ്യായ ക്ലീം ക്ലീം നമ എന്നുള്ള മൂലമന്ത്രവും ഒപ്പം ഓം ഗം, അവിടെ ഗം നമ്മൾ ഉപയോഗിക്കത്തില്ല, പകരം നമ്മൾ ബ്രൂം എന്ന് ഉപയോഗിക്കും. ഓം ബ്രൂം ക്ലീം കാമാഖ്യായ ക്ലീം ഭൂതനാഥായ നമ എന്നുള്ളതാണ് ശരിക്കും ഈ മന്ത്രം. ഇത് 108 പ്രാവശ്യം ചൊല്ലുക എന്നുള്ളതാണ്. ചൊല്ലുമ്പോഴാണ് നമ്മുടെ ആ ആഗ്രഹം, എന്താ നമ്മുടെ ഉള്ളിൽ ആ ആഗ്രഹം വെച്ചുകൊണ്ട് തന്നെ വേണം ഇത് ചൊല്ലാൻ. എങ്കിൽ മാത്രമേ അത് അതൊരു പൂർണ്ണാവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത് നടന്നു എന്ന് തന്നെ വിശ്വസിച്ച് വേണം അത് ചൊല്ലാനായിട്ട്. അതിന് ശുദ്ധവൃത്തി അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. രാപ്പകൽ നമുക്കത് ഉപയോഗിക്കാവുന്ന മന്ത്രമാണത്. അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്ന് പറയപ്പെടുന്നു. കാമാഖ്യ തന്ത്രത്തിൽ പറയപ്പെടുന്നു. ഉപയോഗിച്ച് നോക്കുക. പ്രത്യേകിച്ച് ദോഷമൊന്നുമില്ല. ഞാൻ പലപ്പോഴും പറയും, പല മന്ത്രങ്ങളും എടുത്ത് വെച്ച് ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. എല്ലാ മന്ത്രം എടുത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ മന്ത്രങ്ങളെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രോസ്പെരിറ്റി തന്നെയാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ആഗ്രഹങ്ങളാണ് നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എല്ലാവരും കള്ളം പറയുക, എന്താ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു എന്നുള്ളത് വെറുതെയാണ്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നെങ്കിൽ ഒരു ഭർത്താവ് മരിച്ചിട്ട് കൂടെ ഭാര്യ മരിച്ച ചരിത്രമൊന്നുമില്ല. അപ്പോൾ പണ്ടുണ്ടായിരുന്നു സതി എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. നമ്മുടെ സതി നിർത്തലാക്കി, അല്ലേ? ആ സതി നിർത്തലാക്കിയത് കൊണ്ട് എന്ത് സംഭവിച്ചത്? കുറേ സ്ത്രീകൾ രക്ഷപ്പെട്ടു, അല്ലേ? സ്ത്രീകൾ മനഃപൂർവ്വം പോയി ചാടുന്നതാണോ? അല്ല, കൊണ്ടിന്ന് അതിനകത്ത് ഇടുക ചെയ്യുന്നത്. ഏതെങ്കിലും സ്ത്രീ മനഃപൂർവ്വം ചാടുമില്ല. മാത്രമല്ല, അലറി കൂവുന്ന സമയത്ത് അത് പുറത്ത് കേൾക്കാൻ പാടില്ല. നോക്കിയാൽ എന്തൊരു പ്രാകൃതമായിട്ടുള്ള ആചാരമാണ്. വെളിയിൽ കേൾക്കാൻ പാടില്ല, അത് ദോഷമാണത്രേ. അതുകൊണ്ട് പെരുമ്പറ മുഴക്കിയിരുന്നു ആ സ്ത്രീയുടെ ശബ്ദം വെളിയിൽ കേൾക്കാതിരിക്കാനും. ശവം കത്തുന്ന ഗന്ധം കേൾക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരുപാട് സാമ്പ്രാണിയും മറ്റു കാര്യങ്ങളൊക്കെ കത്തിച്ചു അതിൻ്റെ കൂട്ടത്തിലിട്ട്. ഇങ്ങനെ ഒരു സമ്പ്രദായം, പ്രാകൃതമായ സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും സ്നേഹിക്കുന്നത് അവരെ തന്നെയാണ്. എല്ലാവരും ജീവിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടാണ്. സോ എന്തിനാണ് ജീവിക്കുന്നത്? അനുഭവങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്, അല്ലേ? അപ്പോൾ ആഗ്രഹം നടക്കണം. ആ ആഗ്രഹം നടക്കാൻ നമ്മൾ പ്രയത്നിച്ചാൽ മാത്രം മതി എന്ന് പറയുന്നവരുണ്ടാവാം. തീർച്ചയായിട്ടും പ്രയത്നിച്ചാൽ മാത്രം മതി. പക്ഷേ ഒരു ബാക്ക് സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ്, അല്ലേ? ഒരു പട്ടിക്ക്, ഒരു നായ്ക്ക് ചന്ദ്രനിൽ പോകാൻ പറ്റും, പക്ഷെ കയറ്റി വിടാൻ ഒരാൾ വേണം. അങ്ങനെയല്ലേ എന്ന് പറയുന്നത് പോലെയാണ്. നമുക്ക് എപ്പോഴും ഒരു ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അത് പ്രപഞ്ചത്തിൻ്റെ, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ ഉണ്ടാവണം. പക്ഷേ അതുപോലെ തന്നെ മാറ്റങ്ങളെ, അല്ലെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായാലും അതിനെല്ലാം അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും കൂടി നമുക്കുണ്ടാവണം. അപ്ഡേറ്റഡ് ആയിരിക്കുക എന്നുള്ളതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ. ഇല്ലെങ്കിൽ നമുക്ക് ജീവിതം എന്ത് ചെയ്യും? മുരടിച്ചു പോകും. എന്തിലും അപ്ഡേഷൻ കൊടുക്കുക, മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒക്കെ അപ്ഡേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. എന്തിനേയും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതൊരു വലിയ കാരണമാണ്. കാരണം മാറ്റങ്ങൾ പ്രകൃതി നിയമമാണല്ലോ. ജാത്യാന്തര പരിണാമ പ്രകൃതിയാ പുരാതെന്നാ പറയുക. പരിണാമം പ്രകൃതി നിയമമാണ്. അത് സംഭവിച്ചേ മതിയോ. അതിനെ നമ്മൾ ഉൾക്കൊള്ളുന്നിടത്തോളം കാലം നമ്മളും പ്രകൃതിയുടെ, പ്രപഞ്ചത്തിൻ്റെ ഭാഗമായി തീരും, ഭാവമായി തീരും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു അധ്യായം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തോടു കൂടി നന്ദി, നമസ്കാരം.